എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഓട്ടോ മേഖലയിലേക്ക് ശ്രദ്ധിക്കാത്തത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 8-10 ലക്ഷം ഓട്ടോ തൊഴിലാളികൾ ഉണ്ടെന്നുള്ളതാണ് കണക്ക്. അവർക്ക് കുടുംബങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ആ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഓട്ടോറിക്ഷന്റെ ചാർജ് വർദ്ധിപ്പിക്കാതെ ഈ മേഖല മുമ്പോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. 2021 തോന്നുന്നുണ്ട് നമുക്ക് മിനിമം ചാർജ് 30 രൂപയാക്കിയത്. അന്ന് നമുക്കറിയാം ഒരു ഊണ് 30-40 ഉറുപ്പ്യ മതിയായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ 60 ഉറുപ്പ്യ വേണം. അതേപോലെ തന്നെ ഒരു ചായക്ക് അന്ന് 10 ഉറുപ്പ്യയാണ്, ഇന്ന് 14 ഉറുപ്പ്യ ഉണ്ട് ഒരു ചായക്ക്. അതിന്റെ കൂടെ ചായക്കൊരു കടി വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനും 14 ഉറുപ്പ്യ. 2021 ഇതൊക്കെ 10 ഉറുപ്പ്യ കിട്ടുമായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും വില കൂടുകയല്ലാണ്ട് കുറയുന്നില്ല. പക്ഷെ ഓട്ടോറിക്ഷക്ക് അന്നുള്ള അതേ ചാർജ് തന്നെയാണ് ഇന്നുള്ളത്. സംഭവം ഓട്ടോറിക്ഷ സാധാരണക്കാരന്റെ വണ്ടിയാണ്. പക്ഷെ ആ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് സാധാരണക്കാരാണ്. അവർക്ക് കുടുംബമുണ്ട്. അത്യാവശ്യം സാമ്പത്തികമുള്ള ആളുകളൊന്നും ഓട്ടോറിക്ഷ ഓടിക്കില്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ എന്നറിയാണെങ്കിൽ അന്നന്ന് അവരെ കുടുംബം പട്ടിണില്ലാണ്ട് കൊണ്ടുപോകാനുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അല്ലാണ്ട് ഇതിൽ വേറെ അങ്ങനെ മിച്ചം വെക്കാനൊന്നും ഉണ്ടെന്ന് വരില്ല. അതിനിടെ കൂടാണ് ഈ പെട്രോളിനും ഡീസലിനും CNG ഇങ്ങനെ വില കൂടുന്നത്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഓട്ടോ മേഖലയിലേക്ക് ശ്രദ്ധിക്കാത്തത്? മിനിമം ചാർജ് 50 രൂപ എന്തായാലും വേണം. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഓരോ സാധനത്തിനും വില കയറുന്നത്. നമുക്കറിയാം ഈ പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടുന്നതിനനുസരിച്ച് എല്ലാ മേഖലയിലും വില കൂടും. ഇപ്പൊ ചായന്റെ കാര്യം ഞാൻ പറഞ്ഞു, ചായക്കും ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ വില കൂടാനുള്ള കാരണം ഈ ഗ്യാസിന് വില കൂടിയിട്ടാണ്. അപ്പൊ ഈ ഓട്ടോ മേഖലയിലുള്ള ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ ഈ വില കൂടുന്ന സമയത്ത് നമ്മുടെ ഓട്ടോന്റെ പാർട്സുകൾക്ക് അതിനൊക്കെ വില കൂടും. വർക്ക്ഷോപ്പിന്റെ ചാർജ് അവരും പൈസ കൂട്ടും, എല്ലാവരും പൈസ കൂട്ടും. ഈ ഓട്ടോ ചാർജ് മാത്രം ഗവൺമെന്റ് കൂട്ടുന്നില്ല. സാധാരണക്കാരന്റെ വണ്ടിയാണ് ഓട്ടോറിക്ഷ. പക്ഷെ ആ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾക്ക് അവർക്ക് കുടുംബം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ? അവർക്ക് കുടുംബവും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ട്. ഈ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് വേണം അവരെ കുടുംബം ഭദ്രമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രക്കും പെട്രോളിനും ഡീസലിനും CNG ഇത്രയും വില കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഓട്ടോ മേഖല നശിച്ചു തുടങ്ങുകയാണ്. കാരണം ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്ത് പോകുന്ന ഒരാളാണെങ്കിൽ, വാടകയ്ക്കാണ് വണ്ടി ഓടുന്നുണ്ടെങ്കിൽ 400 രൂപ 450 രൂപ വാടക കൊടുക്കണം. 350 രൂപേന്റെ ഡീസൽ അടിക്കണം. ഇത് കഴിഞ്ഞിട്ട്